ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും ഒരു ജോലി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ നല്ലൊരു ജോലി അത്യാവശ്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേര്, സ്ഥലം, എക്സ്പീരിയൻസ് വാട്സപ്പ് ചെയ്യുക. ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ടൈപ്പ് ജോലിയാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക. ഈ നമ്പർ കേരള ഹോം നേഴ്സിംഗ് അല്ലെങ്കിൽ കേരള ജോബ് സർവീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. മുൻപരിചയം ആവശ്യമില്ല, ജോലി അത്യാവശ്യമുള്ളവരാണ് എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് വേക്കൻസി ഉണ്ട്. ട്രിവാൻഡ്രം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയാണ് നമുക്ക് വേക്കൻസി ഉള്ളത്. ഇപ്പം നിലവിൽ നമുക്ക് ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് വീട്ടുജോലി, രോഗി പരിചരണം, പ്രസവ ശുശ്രൂഷ, കുട്ടികളെ പരിപാലിക്കൽ, പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ്, ഭക്ഷണം പാചകം ചെയ്യൽ, ക്ലീനിങ്, അതുപോലെ തന്നെ വാഷിംഗ്, സെക്യൂരിറ്റി. ഇതാണ് നമുക്ക് വീടുകളിലേക്കുള്ള വേക്കൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു വേക്കൻസി വരുന്നത് ഹോസ്റ്റലുകളാണ്. ലേഡീസ് ഹോസ്റ്റൽ, ജെൻസ് ഹോസ്റ്റൽ, ഹൗസ് ബോട്ട്, റിസോർട്ട്, ഹോം സ്റ്റേകളിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട്. മിനിമം സാലറി എന്ന് പറയുന്നത് 20,000 ഭക്ഷണം പാചകം ചെയ്യാൻ മിനിമം ഒരു 20 ആൾക്കെങ്കിലും ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന ആളുകളെയാണ് ആവശ്യം. നോർമൽ ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളെ ആവശ്യമുണ്ട്, നോൺ വെജ് ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഏതുതരം ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന എല്ലാ കുക്കുമാരെയും നമുക്ക് നിലവിൽ ആവശ്യമുണ്ട്. അതുപോലെ ഹോസ്റ്റലുകൾ, റിസോർട്ട്, ഹൗസ് ബോട്ട്, ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് നമുക്ക് റൂം ബോയിന് ആവശ്യമുണ്ട്, വാർഡൻ, മാനേജർ, പിന്നെ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ്, കിച്ചൺ ഹെൽപ്പർ എന്നീ മേഖലയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, സ്ഥലം, എക്സ്പീരിയൻസ് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും, അതിൽ കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൽ ഒരുപാട് നമുക്ക് ഈ ഹോം നേഴ്സിംഗ് അതുപോലെ ഹോസ്റ്റൽ മേഖലയാണ് കൂടുതൽ വരുന്ന വേക്കൻസി. അപ്പോൾ താമസം ഭക്ഷണമൊക്കെ ഫ്രീ ആണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ താല്പര്യമുണ്ട്, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താമസം ഭക്ഷണമൊക്കെ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേക്കൻസി കണ്ട് വിളിക്കുക. അപ്പോൾ അതിലേക്ക് വിളിച്ച് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഈ നമ്പറിൽ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് വിളിക്കുമ്പോൾ അവർ പറഞ്ഞു തരും. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് സർവീസ് ചാർജ് ഒന്നും തന്നെ തരേണ്ടതില്ല. നിങ്ങൾക്ക് പോകാനുള്ള ഒരു ബസ് ഫെയർ അല്ലെങ്കിൽ ട്രെയിൻ കൊടുക്കുന്ന ഒരു എമൗണ്ട് മാത്രം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാവുന്നതാണ്. നല്ലൊരു സാലറി ലഭിക്കുന്ന ഓരോ ജോലികളാണ് നിങ്ങൾക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഒരു ഹോസ്റ്റലിലൊക്കെ പോയി നിന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഹോസ്റ്റൽ ആൻഡ് ഹോം സ്റ്റേ, റിസോർട്ട്, ഹൗസ് ബോട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളെ ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ ഒരുപാട് ജോലികളെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ജോലി ഇല്ലാത്തവർ വിഷമിച്ചിരിക്കേണ്ട, സ്ക്രീനിൽ കാണാൻ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ, ലിങ്ക് അയച്ചാൽ കയറി ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കും ഗ്രൂപ്പിൻ്റെ 5 അഡ്മിന് മാത്രമേ നിങ്ങളുടെ നമ്പർ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരും. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു.